ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ്. ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് മറ്റൊരു മോർണിംഗ് വാക്ക് അതിനായി തയ്യാറായി ഞാനും ക്രിസ്ത്യൻ ചേച്ചിയും ഉണ്ട്. അപ്പോൾ എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഡേറ്റ് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. അതെ, ഇന്ന് മാർച്ച് 12 കുംഭം 28 തോന്നുന്നു. അപ്പൊ 27 ആയിരുന്നല്ലോ ഇന്നത്തെ ഒരു മറ്റൊരു പ്രത്യേകത, ഇന്ന് മകം തൊഴലാണ് അല്ലേ? അപ്പോൾ ഇന്ന് എല്ലാ ക്ഷേത്രങ്ങളിലും ചടങ്ങുകളുണ്ട്. അപ്പോൾ പ്രത്യേകിച്ചും ചോറ്റാനിക്കരയിൽ നിന്നൊക്കെയുള്ള ദൃശ്യങ്ങളും അവിടുത്തെ വിശേഷങ്ങളും ഒക്കെ പ്രേക്ഷകരിലേക്ക് ഈ സമയം തൊട്ട് തന്നെ എത്തിക്കാൻ നമ്മൾ തയ്യാറാണ്. പക്ഷെ ഇന്ന് നമ്മൾ ഉള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്താണ്. കൊച്ചിയെക്കുറിച്ച് പറയുമ്പോൾ, കൊച്ചിയുടെ ചരിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ, ഇതിൻ്റെ സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത അല്ലെങ്കിൽ മാറ്റി നിർത്താൻ കഴിയാത്ത ഒരിടത്താണ് നമ്മളിപ്പോൾ. തൃപ്പൂണിത്തുറയിലാണ്. തൃപ്പൂണിത്തുറയിൽ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ശ്രീ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിന്റെ മുന്നിലാണ്. അതെ. അപ്പോൾ തൃപ്പൂണിത്തുറ എന്ന് പറയുമ്പോൾ തന്നെ ഈ പൂണി തുറന്ന് എന്നുള്ള അർത്ഥത്തിലാണ് ആയുധങ്ങൾ എടുത്ത സ്ഥലം എന്നുള്ള രീതിയിലാണ് തൃപ്പൂണിത്തുറ എന്ന പേര് വന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് ചരിത്ര പ്രദേശങ്ങളുണ്ട്. അതെ, കൊച്ചി രാജവംശത്തെ കുറിച്ച് പറയുമ്പോഴൊക്കെ ഈ പറയുന്ന ക്ഷേത്രവും അതിന്റെ മുന്നിലുള്ള റോഡുകളും ഒക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ്. ഇപ്പൊ നമുക്ക് കാണാം, അതായത് പിന്നിൽ ഇതാണ് പൂർണ്ണത്രയീശ ക്ഷേത്രത്തിന്റെ പ്രധാനപ്പെട്ട നടയുടെ മുന്നിലാണ് നമ്മളുള്ളത്. ഇവിടെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഉത്സവങ്ങൾ നടക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ്. കുംഭമാസമായ ഈ മാസത്തിലും ഇവിടെ വിളക്കുത്സവമുണ്ട്. അത് എനിക്ക് തോന്നുന്നു 2 ദിവസം കഴിഞ്ഞ ആ വിളക്കുത്സവം പ്രധാനപ്പെട്ട ദിവസമാണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ക്ഷേത്രം. ചരിത്രത്തിൽ ഈ ദിവസത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. 1930 മാർച്ച് 12 മഹാത്മാഗാന്ധി സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡിയിലേക്കുള്ള ഉപ്പു സത്യാഗ്രഹത്തിനുള്ള ദണ്ഡിയാത്ര തുടങ്ങുന്നത്. ഒപ്പം തന്നെ നാഷണൽ വർക്കിംഗ് മൗണ്ട്സ് ഡേ ആണ്. അതായത് ജോലി ചെയ്യുന്ന എല്ലാ അമ്മമാർക്കുമായിട്ട് ഈ ദിവസം അമേരിക്കയിൽ മാറ്റിവെച്ചിരിക്കുകയാണ്. അമേരിക്കൻ ബിസിനസ് വിമൻ ആണത്. കാരണം അവരെന്താണ് സമൂഹത്തിൽ, നമുക്കറിയാം ജോലി ചെയ്യുന്ന അമ്മമാരെന്ന് പറഞ്ഞാൽ വീട്ടുജോലിയും മറ്റ് അവരുടേതായിട്ടുള്ള കരിയറും എല്ലാം മാനേജ് ചെയ്തു പോകേണ്ടതാണ്. ഒപ്പം തന്നെ ഇന്ന് പ്രജനും നമുക്കൊക്കെ പ്രിയപ്പെട്ട ശ്രേയ ഘോഷാലിന്റെ ബർത്ത്ഡേ ആണ്. അങ്ങനെ ഒരുപാട് വിശേഷങ്ങളുള്ള ഒരു ദിവസമാണ് മാർച്ച് 12. യെസ്, അപ്പോൾ എല്ലാ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് മോർണിംഗ് വാക്ക് തുടങ്ങുകയാണ്. യെസ്, അപ്പോൾ അതൊക്കെയാണ് ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകൾ. അപ്പോൾ നമുക്ക് നടന്നു തുടങ്ങാം അല്ലേ? അതിനു മുമ്പ് ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലം ഈ സെന്ററിൽ നിൽക്കുമ്പോൾ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാനുള്ളത് നമുക്ക് തൊട്ടടുത്തുള്ള ഈ ക്ലോക്ക് ടവർ ആണ്. ഈ പറയുന്നത് പോലെ ചരിത്ര പ്രാധാന്യമുള്ള തൃപ്പൂണിത്തുറയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്മാരകമായി അല്ലേ, പഴയ ആ ഒരു അതിന്റെ പ്രൗഢി വിളിച്ചു തോന്നുന്നതാണ് ഈ ക്ലോക്ക് ടവർ. ഇതിനൊക്കെ ഒരുപാട് ചരിത്രമുണ്ട്, ഒരുപാട് കാലത്തെ പഴക്കമുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് വരുന്ന വഴിയെ അറിയാൻ സാധിക്കും. ചില ആൾക്കാരൊക്കെ നമുക്ക് പരിചയപ്പെടാറുണ്ട് ഓൺ ദ വേ. അപ്പോൾ നമുക്ക് നടന്നു തുടങ്ങാം. നമ്മൾ ഇനിയിപ്പോൾ വാർത്തകളിലേക്കും ഒക്കെ കടക്കുകയാണ്. അപ്പോൾ തന്നെ ഇവിടെ ഒരുപാട് പേരെ പരിചയപ്പെടാൻ കൂടിയുണ്ട്. ആദ്യ വാർത്ത വളരെ സമാധാനമുള്ളൊരു വാർത്തയാണെന്ന് പറയാം. കാരണം നമ്മളെപ്പോഴും യുദ്ധങ്ങളെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ ആ യുദ്ധം എപ്പോഴാണ് നിർത്തുക, അത് ഏത് യുദ്ധമാണെങ്കിലും അങ്ങനെയാണല്ലോ അല്ലേ? അപ്പോൾ ഇപ്പോൾ റഷ്യ യുക്രൈൻ വെടിനിർത്തലിന്, ആ യുദ്ധത്തിന് ഒരു ചെറിയൊരു താൽക്കാലിക ആശ്വാസമാകുന്ന ഒരു വെടിനിർത്തലിന് വഴിയൊരുങ്ങുകയാണ്. ജിദ്ദയിൽ നടന്ന യുക്രൈൻ US ചർച്ചയിലാണ് 30 ദിവസത്തെ വെടിനിർത്തലിന് യുക്രൈൻ സമ്മതം അറിയിച്ചിരിക്കുന്നത്. യുക്രൈനുള്ള മാനുഷിക സഹായം തുടരുമെന്ന് ചർച്ചയ്ക്ക് ശേഷം പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ പറയുന്നു. ഇന്നലെ ഉച്ച മുതൽ രാത്രി വരെ നീണ്ടു ജിദ്ദയിൽ നടന്ന അമേരിക്ക യുക്രൈൻ ചർച്ച. റഷ്യ യുക്രൈൻ സമാധാനത്തിനായി സൗദിയുടെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ച പ്രതീക്ഷിച്ച പോലെ ഫലം കാണുന്നതായി സംയുക്ത പ്രസ്താവന പറയുന്നു. 30 ദിവസത്തെ വെടിനിർത്തലിനുള്ള അമേരിക്കയുടെ നിർദ്ദേശം യുക്രൈൻ അംഗീകരിച്ചു. വെടിനിർത്തലിന് റഷ്യയുടെ കൂടി അംഗീകാരം ലഭിക്കേണ്ടതുണ്ട്. ഇടക്കാല വെടിനിർത്തൽ നീട്ടാനുള്ള സാധ്യതയ്ക്കും യുക്രൈൻ സമ്മതം അറിയിച്ചു. യുക്രൈനുള്ള സുരക്ഷാ സൈനിക സഹായങ്ങൾ അമേരിക്ക പുനരാരംഭിക്കുമെന്ന് പ്രസ്താവനയിൽ പറയുന്നു. രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കുവെക്കൽ അമേരിക്ക പുനരാരംഭിക്കും. യുക്രൈനിൽ മാനുഷിക ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തുടരും. യുദ്ധ തടവുകാരുടെ കൈമാറ്റവും സിവിലിയൻ തടവുകാരുടെ മോചനവും ഉണ്ടാകും. യൂറോപ്യൻ രാജ്യങ്ങളും ചർച്ചയുടെ ഭാഗമാകണമെന്ന ആവശ്യം യുക്രൈൻ മുന്നോട്ട് വച്ചിട്ടുണ്ട്. സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ, സൗദി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മുസായിദ് അൽ ഐബൻ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ചർച്ച. അമേരിക്കയുടെ ഭാഗത്തു നിന്ന് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാൾസ് തുടങ്ങിയവരും, യുക്രൈന്റെ ഭാഗത്തു നിന്ന് പ്രസിഡന്റിന്റെ ഓഫീസ് മേധാവി ആൻഡ്രി യെർമക്, വിദേശകാര്യമന്ത്രി ആൻഡ്രി സിഫ, പ്രതിരോധ മന്ത്രി റുസ്താം ഉമറോവ് തുടങ്ങിയവരും ചർച്ചയിൽ പങ്കെടുത്തു. ചർച്ചയ്ക്ക് മുന്നോടിയായി തിങ്കളാഴ്ച യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി ജിദ്ദയിലെത്തി സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ജലീൽ കണമകലം, 24 ജിദ്ദ. അപ്പോൾ ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കരയാണ് ചേരുന്നത്. മധു, ഗുഡ് ഈവനിങ്.
അപ്പോൾ വൈറ്റ് ഹൗസിൽ വിളിച്ചു വരുത്തി അപമാനിക്കുന്നു. അതിനുശേഷം തലകുനിച്ചിറങ്ങിപ്പോയ സെലൻസ്കിയെ യൂറോപ്യൻ യൂണിയനും ബ്രിട്ടനും ഒക്കെ ചേർത്ത് നിർത്തുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയതായി വരുന്ന വർത്തമാനം താൽക്കാലികമായെങ്കിലും ഒരു വെടിനിർത്തലിന് യുക്രൈൻ സന്നദ്ധരായിരിക്കുന്നുവെന്നാണ്. അപ്പോൾ ഏത് രീതിയിലായിരിക്കും ഇത് വിഭാവനം ചെയ്യപ്പെടുക? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. പ്രജൻ വൈറ്റ് ഹൗസിൽ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ വിളിച്ചു വരുത്തി അപമാനിക്കുകയല്ലായിരുന്നു. രണ്ട് നേതാക്കൾ തമ്മിലുള്ള ചർച്ചകൾ അലസിപ്പിരിക്കുകയായിരുന്നു. എന്നിരുന്നാൽ തന്നെ ഇന്ന് പ്രഭാതത്തിൽ സൗദി അറേബ്യയിൽ നിന്ന് വരുന്ന വാർത്തകൾ ശുഭകരമാണ്, പ്രതീക്ഷ ഉള്ളതാണ്. സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ അമേരിക്കയും യുക്രൈനും തമ്മിൽ നടത്തിയ ചർച്ചയിൽ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ വെടിനിർത്തലിന് വഴിയൊരുങ്ങുകയാണ്. അമേരിക്ക മുന്നോട്ട് വെച്ച 30 ദിവസത്തെ വെടിനിർത്തൽ കരാർ യുക്രൈൻ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇത് റഷ്യയുടെ കോർട്ടിലാണ്. കരാറിൽ റഷ്യയുടെ നിലപാടാണ് ഇനി അറിയാനുള്ളത്. കരാർ റഷ്യയുടെ അംഗീകാരത്തിനായി എത്തിക്കുമെന്ന് ഈ ചർച്ചകൾക്കൊക്കെ നേതൃത്വം നൽകിയത് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയാണ്. അപ്പോൾ മാർക്കോ റൂബിയോ പറയുന്നത് കരാറിനോട് റഷ്യ അനുകൂലമായ ഒരു നിലപാടെടുക്കുമെന്നുള്ളൊരു പ്രതീക്ഷയാണ്. അതോടുകൂടി ഈ സമാധാനവും യുക്രൈനിൽ വരുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് അമേരിക്കയ്ക്കുള്ളത്. നേരത്തെ തന്നെ ഈ യുദ്ധം അവസാനിപ്പിക്കുവാൻ തയ്യാറാണെന്ന് പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ റഷ്യയുടെ ഭാഗത്ത് നിന്ന് ഒരു അംഗീകാരം ഉണ്ടാകാനുള്ള സാധ്യത വലിയ തോതിൽ അമേരിക്ക പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം ഈ അമേരിക്ക നേരത്തെ ജലീൽ കണ്ണമംഗലം സൂചിപ്പിച്ചതുപോലെ നിർദ്ദേശിച്ച എല്ലാ നിർദ്ദേശങ്ങളും യുക്രൈൻ അംഗീകരിച്ച ഒരു സാഹചര്യത്തിൽ യുക്രൈൻ്റെ ഒരു പ്രധാന ഡിമാൻഡായിരുന്നു അവർക്ക് തുടർന്നുള്ള സൈനിക സഹായം അല്ലെങ്കിൽ ഗ്യാരണ്ടി. അത് അമേരിക്ക കൊടുക്കാമെന്ന് തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുന്ന ഇൻ്റലിജൻസ് വിവരങ്ങൾ, നിർണായക ഇൻ്റലിജൻസ് വിവരങ്ങൾ യുക്രൈനെ സംബന്ധിച്ച് അത് വളരെ അത്യാവശ്യമാണ്. അത് തുടരാനും അമേരിക്ക സമ്മതിച്ചിരിക്കുകയാണ്. ചർച്ചകളോട് യുക്രൈൻ ഔദ്യോഗികമായിട്ട് പ്രതികരിച്ചിരിക്കുകയാണ്. വെടിനിർത്തൽ സന്നദ്ധത അറിയിച്ചെന്ന് യുക്രൈൻ വിദേശകാര്യ മന്ത്രാലയവും ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രജിൻ ക്രിസ്റ്റിന. യെസ്, മധു കൊട്ടാരക്കരയാണ് ന്യൂജേഴ്സിയിൽ വിവരങ്ങൾ നൽകിയത്. എന്തായാലും സമാധാനത്തിന്റെ ദിനങ്ങൾ, നല്ല ദിനങ്ങൾ വരട്ടെ. യുക്രൈൻ റഷ്യ യുദ്ധം അത് പൂർണ്ണ രീതിയിൽ താൽക്കാലിക വെടിനിർത്തലാണെങ്കിലും അത് മുഴുവൻ സമയം വെടിനിർത്തലിലേക്ക് പോകട്ടെ. അങ്ങനെ സമാധാനം ആ മേഖലയിൽ ഉണ്ടാവട്ടെ എന്ന് നമുക്കും പ്രതീക്ഷിക്കാം, അല്ലേ? അവിടെ മാത്രമല്ല, ഇസ്രായേൽ അടക്കമുള്ള എവിടെയൊക്കെയാണോ ഈ സംഘർഷം നിലനിൽക്കുന്നത് അവിടെയൊക്കെ സമാധാനത്തിലേക്ക് പോകട്ടെ. യെസ്. ഇനി കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ രാഷ്ട്രീയ വാർത്തകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വാർത്ത പത്തനംതിട്ടയിൽ നിന്ന് തന്നെയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അവിടെ CPIMനെ കുഴയ്ക്കുന്ന അല്ലെങ്കിൽ CPIMനെ ചെറുതായിട്ടൊന്ന് പ്രതിസന്ധിയിലാക്കിയ ചില പ്രതികരണങ്ങൾ വന്നിരുന്നു. പറഞ്ഞിരുന്നത് A. പത്മകുമാറിന്റെ പ്രതികരണമാണ്. ഇന്നിപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്താണ് അപ്ഡേറ്റ് എന്ന് നോക്കാം. ആ വിവാദം ഇന്ന് ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്തേക്കും. തെറ്റുപറ്റിയെന്ന് പത്മകുമാർ തുറന്ന് സമ്മതിച്ചെങ്കിലും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയതിൽ നടപടി വരും. എന്തായാലും സംസ്ഥാന നേതൃത്വത്തിന്റെ അനുമതിയോടെ പിന്നീടാകും ഈ നടപടി തീരുമാനിക്കുക എന്നുകൂടി അറിയുന്നു. രാവിലെ 10 മണിക്കാണ് യോഗം ചേരുക. AV ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ടെലിഫോൺ ലൈനിൽ. ജയ്, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ പത്തനംതിട്ടയിൽ ഇന്നൊരു നിർണായക ദിനമാണ് എന്ന് പറയാം. പത്മകുമാറിന് എതിരെ എന്താണ് നടപടി? അത് എന്താണ് നടപടി എന്നുള്ളത് പിന്നീടാണെങ്കിലും ഒരു നടപടി ഉണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. പത്മകുമാർ തെറ്റുപറ്റിയെന്നൊക്കെ പറഞ്ഞെങ്കിലും പാർട്ടി നടപടി അത് അതിൻ്റെ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും എന്ന് നേതൃത്വം വ്യക്തമാക്കി കഴിഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് ചർച്ച? അതായത് പ്രജിൻ, ഇന്ന് രാവിലെ ചേരുന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വിഷയം ചർച്ച ചെയ്തേക്കുമെന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. പക്ഷേ യോഗത്തിന്റെ അജണ്ടയിൽ ഇക്കാര്യം ഉൾപ്പെടുത്തിയിട്ടില്ല. ഏതെങ്കിലും അംഗങ്ങൾ ഈ വിഷയം ഉന്നയിക്കുകയാണെങ്കിൽ ഈ വിഷയം ചർച്ച ചെയ്യാമെന്നാണ് നിലവിലെ ധാരണ. കാരണം സംസ്ഥാന സമിതി അംഗങ്ങൾ, നിരീക്ഷകർ ഉൾപ്പെടെയുള്ള ആളുകൾ എന്തായാലും ഈ യോഗത്തിൽ ഇന്ന് എത്തില്ല. കാരണം നേരത്തെ നിശ്ചയിച്ചൊരു യോഗമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ യോഗത്തിന് മറ്റ് അജണ്ടകളുണ്ട്. ആ രീതിയിലായിരിക്കും കാര്യങ്ങൾ എന്തായാലും മുന്നോട്ട് പോവുക. തെറ്റുപറ്റിയെന്ന് പത്മകുമാർ തുറന്ന് സമ്മതിച്ചെങ്കിലും നടപടി വേണമെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആവശ്യം. സംസ്ഥാന നേതൃത്വത്തിന്റെ അനുമതിയോടുകൂടി പിന്നീട് ഈ വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കാമെന്നാണ് നിലവിൽ ധാരണ. എന്തായാലും പാർട്ടി അംഗങ്ങൾ ആരെങ്കിലും ഈ വിഷയം ഉന്നയിച്ചാൽ ഒരു ചർച്ചയിലേക്ക് കടക്കാൻ തന്നെയാണ് തീരുമാനം. മന്ത്രി വീണ ജോർജിനെ സംസ്ഥാന സമിതിയിൽ ഉന്നയിച്ചതിനെതിരെയാണ് പത്മകുമാർ വലിയ പ്രതിഷേധം ഫേസ്ബുക്കിലൂടെ ഉയർത്തിയത്. പാർട്ടിക്കെതിരെ വലിയ വെല്ലുവിളികൾ നടത്തി. പക്ഷെ പിന്നീട് അദ്ദേഹം അയയുന്ന സാഹചര്യം ഉണ്ടായി. അദ്ദേഹം പ്രസ്താവന പിൻവലിച്ചു. കഴിഞ്ഞ ദിവസം 24 തന്നെയാണ് അദ്ദേഹം പാർട്ടിക്ക് വഴങ്ങുന്നതായി സമ്മതിച്ചത്. എന്തായാലും വിഷയവുമായി ബന്ധപ്പെട്ട് എന്തായാലും ഇന്ന് രാവിലെ ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗം പത്മകുമാറിനെ സംബന്ധിച്ച് നിർണായകമാണ്. ഇനി ഏതെങ്കിലും രൂക്ഷമായ വിമർശനം വന്നു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന് പ്രതികൂലമായി ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇനി രാവിലെ വരെ കാത്തിരിക്കണം. പ്രജിൻ.
യെസ്, ജയശങ്കറാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും പത്മകുമാറിനെതിരെ ഒരു നടപടി ഉണ്ടാകും. അത് എന്താണ് എന്നുള്ളതൊന്നും നമുക്കറിയില്ല. അത് ചർച്ചയിലായിരിക്കും ഉണ്ടാവുക. നടപടി ഏതാണ്ട് ഉറപ്പായിട്ടുണ്ടെന്നാണ് ജയശങ്കർ പറയുന്നത്. 10 മണിക്ക് ആ യോഗം നടക്കട്ടെ. നടന്നതിന് ശേഷം കൂടുതൽ വിവരങ്ങളിലേക്ക് പോകും. പക്ഷെ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇതൊന്നുമില്ലാതെ ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലാണ്. നേരത്തെ പറഞ്ഞല്ലോ, അതായത് കൊച്ചി എന്ന് പറയുമ്പോൾ കൊച്ചിയുടെ രാജവംശത്തെ കുറിച്ച് പറയുമ്പോഴൊക്കെ ഒഴിച്ചു നിർത്താൻ പറ്റാത്തൊരിടമാണ് തൃപ്പൂണിത്തുറ എന്ന് പറയുന്നത്. കാരണം അതിന്റെ തലസ്ഥാനമാണ്. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊന്നാണ് ഈ ശ്രീ പൂർണ്ണത്രയീശ ക്ഷേത്രം. അതിന് മുന്നിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് നമുക്കറിയാം. ഒരുപാട് ഉത്സവങ്ങളുള്ള ക്ഷേത്രമാണ്. അതിൽ വൃശ്ചികോത്സവമാണ് ഏറ്റവും പ്രധാനപ്പെട്ട സമയമെങ്കിലും മറ്റു മാസങ്ങളിലും ഉത്സവങ്ങളുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് എന്താണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ എന്നൊക്കെ അറിയാം. പിന്നെ ഇതിന്റെ ഒരു ചരിത്രം, ഇതിന്റെ പാരമ്പര്യമൊക്കെ നമുക്കറിയാം. നമ്മോടൊപ്പം ശ്രീ പ്രകാശ് അയ്യർ ചേരുന്നുണ്ട്. നമസ്കാരം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹായ്. ഓക്കെ, അപ്പം പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ്. ഒപ്പം തന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത് ഒരുപാട് ഉത്സവങ്ങളുണ്ട് അല്ലേ? ഉത്സവങ്ങളാണ് ഗംഭീരമായിട്ടുള്ള 3 ഉത്സവങ്ങൾ. അതിനുശേഷം ഒരു ദിവസത്തെ ഉത്സവമായിട്ട് വേറെ 3 ഉത്സവമുണ്ട്. അതെ, ശിവോത്സവമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട. ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന കലാപരിപാടി, 24 മണിക്കൂറും ഭക്തിസാന്ദ്രവും അതുപോലെ കലാപരിപാടികളും എല്ലാതരം കലകളെയും പരിപോഷിപ്പിച്ചുകൊണ്ടുള്ള ഉത്സവോത്സവമാണ് ഉണ്ടാകുന്നത്. കുംഭമാസത്തില് എന്താണ് ഈ മാസത്തിൽ പറവുത്സവമുണ്ട്. അത് കഴിഞ്ഞാൽ ഇപ്പോൾ ഉത്രമിളക്ക് ഭഗവാന്റെ പിറന്നാളാണ് ഈ 14-ാം തീയതി, മാർച്ച് 14 വെള്ളിയാഴ്ച. ഏകദേശം 80,000-ന് മീതെ, അതായത് 1,00,000-ത്തിനുള്ളിലുള്ള ആളുകൾക്കാണ് ഭക്ഷണം ഒരുക്കുന്നത്. സദ്യയാണ് അത്, അന്നദാനം എന്നുള്ള രീതിയിലുള്ള കൺസെപ്റ്റ് അല്ല, ഭഗവാന്റെ പിറന്നാളിന്റെ സദ്യയാണ്. അതിന്റെ ഒരുക്കങ്ങളൊക്കെ ഏതാണ്ട് തുടങ്ങിയിട്ടുണ്ടെന്ന്. അതെ, അത് മാത്രമല്ല അതായത് ദേശനാഥന്റെ പിറന്നാൾ ആഘോഷമാണ്, ഉത്തരേന്ത്യ മഹോത്സവമാണ്. അതിനോടനുബന്ധിച്ചുള്ള സംഗീതോത്സവം ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു. 9-ാം തീയതിയാണ് ആ സംഗീതോത്സവം തുടങ്ങിയത്. അത് 14-ാം തീയതിയാണ് അവസാനിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ തന്നെ ഞങ്ങൾ ഈ ഭക്തജനങ്ങളെ എത്രയും പെട്ടെന്ന് അവരെ സ്വീകരിച്ചിരുത്തി ഭക്ഷണം കഴിപ്പിച്ച് എത്രയും പെട്ടെന്ന് അവരെ പറഞ്ഞേക്കുന്ന രീതിയിലുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് വളരെ ഭക്തരെ കുറച്ച് കൂടുതൽ തിരക്കുണ്ടെന്നല്ലേ? ഇന്ന് ഇതല്ല നമ്മുടെ ഉത്സവം, ഞാൻ പറയുന്നത് ഈ ഉത്തരേന്ത്യ മഹോത്സവത്തിന്റെ കാര്യമാണ്. അതായത് 14-ാം തീയതി ഞായറാഴ്ചകളിലാണ് നല്ല തിരക്കാണ്. വ്യാഴാഴ്ചയാണ് ഭഗവാന് പ്രാധാന്യമുള്ളത്. ബാക്കിയുള്ള ദിവസം ഈ വലിയ ക്ഷേത്രമായതുകൊണ്ട് തിരക്ക് നമുക്ക് അനുഭവപ്പെടില്ല. ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കും, ഒഴുക്കാണ് അതിൻ്റെ ഉള്ളിൽ. അപ്പം നമുക്ക് അത്ര മനസ്സിലാക്കാൻ പറ്റില്ല. ഏതാണ്ട് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ 100 വർഷത്തിലധികം പഴക്കമുണ്ട് ഈ രീതിയിലുള്ള ഒരു ക്ഷേത്രം ഉണ്ടാക്കിയിട്ടല്ലേ? 1921 ആ 1 വർഷം പഴക്കമാണ് ഈ ക്ഷേത്രത്തിനെന്നാണ് നമ്മുടെ ഐതിഹ്യം പറയുന്നത്. ഈ ക്ഷേത്രം ഈ രീതിയിൽ എനിക്ക് തോന്നുന്നു 1921 ആ ഒരു തീപിടുത്തത്തിന് ശേഷമാണ്. അത് തന്നെയാണ്. അങ്ങനെ അവിടെ തീ പിടിച്ചപ്പോഴും അകത്തുള്ള ഈ ഭാഗം ഇവിടെ നിന്ന് നമുക്ക് അതിന് ഡാമേജ് വന്നിട്ടില്ല. ആക്ച്വലി ഇത് 400 വർഷമായിട്ടുണ്ട് ഈ ഗോപുരം കാര്യങ്ങളെല്ലാം വന്നിട്ട് 400 വർഷം. അതുപോലെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന സന്താനഗോപാലമൂർത്തിയാണ് അകത്തുള്ള പ്രതിഷ്ഠ. അപ്പോൾ ആളുകൾ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ, അതുപോലെ നല്ല കുഞ്ഞുങ്ങൾ ആരോഗ്യവാനായിട്ട് ഉണ്ടാവാനൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചിട്ട് തിരുവോണ ദിവസം, എല്ലാ മാസവും തിരുവോണ ദിവസം തന്ത്രി നടത്തുന്ന പൂജയാണ്. ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാൽ ദിവസം തന്ത്രി പൂജയുണ്ട്, ദിവസം ആനപ്പുറത്ത് ശീവേലിയുണ്ട്. കാലത്തും വൈകിട്ടും ആനപ്പുറത്താണ് ശീവേലി. ഉച്ചയ്ക്ക് മാത്രമേ കയ്യിലുള്ളൂ. ബാക്കി നമ്മളങ്ങനെ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ വളരെ ചുരുങ്ങിയ ക്ഷേത്രങ്ങളെ അങ്ങനെ ഉണ്ടാവുള്ളൂ. അതെ. അപ്പൊ ഞങ്ങളിങ്ങനെ നടക്കട്ടെ, വാർത്ത പറയട്ടെ, കുറിച്ചും ഇതെങ്ങനെയാണ് തൃപ്പൂണിത്തുറയും അതുപോലെ കൊച്ചി രാജവംശത്തോടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന അത്തരം കാര്യങ്ങളൊക്കെ അറിയാനുണ്ട്. അപ്പൊ നമുക്ക് പോകുന്ന വഴി അതൊക്കെ അറിയാം. നമുക്ക് വാർത്തകളുണ്ട്, അതിലേക്കൊന്ന് പോയിട്ട് ശേഷം തിരിച്ചെത്താം. നമുക്ക് അടുത്തൊരു വാർത്തയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പെട്ടെന്നൊന്ന് പോകണം. അത് എനിക്ക് തോന്നുന്നു പാലക്കാട് നിന്നാണ് ആ വാർത്ത വരുന്നത്. ശ്രീ ശിവകുമാറിനാണ് വാർത്ത പങ്കുവെക്കുന്നത് അല്ലെ? പാലക്കാട് പനയമ്പാടത്ത്. അതെ, പനയമ്പാടത്ത് വാഹനാപകടം. നിയന്ത്രണം വിട്ട ലോറി മറിഞ്ഞ് ഡ്രൈവർ മരിച്ചു. ഇടുക്കി കഞ്ഞിക്കുഴി സ്വദേശി സുബീഷ് കെയാണ് മരിച്ചതെന്ന വാർത്തയാണ് ശ്രീജിത്ത് രാവിലെ പങ്കുവെക്കുന്നത്. ശ്രീജിത്ത്, അവിടെ നിന്നൊരു അപകട വാർത്തയാണ്. അപ്പോൾ എന്താണ്, എപ്പോഴാണ് കൃത്യമായി ഈ അപകടം ഉണ്ടായത്, എന്ത് സംഭവിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? നിയന്ത്രണം വിട്ട് തന്നെയാണ് പ്രജിൻ. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ഈ ഒരു അപകടം നടന്നു വന്നൊരു വിവരം ലഭിക്കുന്നത്. പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്കാണ് സുബീഷിനെ കൊണ്ടുവന്നത്. പക്ഷെ ഇവിടെ എത്തുമ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. ഈ പനയമ്പാട് നമുക്കറിയാം 4 കുട്ടികൾ മരിച്ച ഒരു പ്രദേശമാണ് ആ മേഖല. ആ മേഖലയിൽ സ്ഥിരമായ രീതിയിൽ ഡിവൈഡറോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മുന്നറിയിപ്പൊക്കെ സ്ഥാപിക്കണമെന്നും പോലീസിന്റെ പെട്രോളിംഗ് വേണമെന്നും ഒരു ആവശ്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വീണ്ടും സമാനമായ രീതിയിൽ ഡ്രൈവർ ഉറങ്ങിപ്പോയി എന്നാണ് മനസ്സിലാക്കുന്നത്. നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു എന്നും മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും മൃതദേഹം ഇപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലാ ആശുപത്രിയിലാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പ്രജിത്ത്. ശ്രീ ശ്രീകുമാറിനാണ് പാലക്കാട് നിന്നും അപകട വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും ഈ പറയുന്നത് പോലെ നിയന്ത്രണം വിട്ടാണ് അപകടം ഉണ്ടായതെന്നാണ് ശ്രീജിത്ത് വിശദമാക്കിയത്. നമുക്ക് അടുത്തൊരു വാർത്തയിലേക്ക് പോകാം അല്ലേ? ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടിയാണ് ആ വാർത്ത പങ്കുവെക്കുന്നത്.
മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായുള്ള നിർണായക കൂടിക്കാഴ്ച ഇന്ന് നടക്കുന്നുണ്ട്. മുണ്ടക്കൈ ചൂരൽമല സാമ്പത്തിക പാക്കേജ് അടക്കമുള്ള വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകും. ഇന്ന് രാവിലെ 9 ഡൽഹിയിലെ കേരള ഹൗസിലാണ് ചർച്ച. ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ബൽറാം, വെരി 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 ഗുഡ് മോർണിംഗ്. അപ്പോൾ കേന്ദ്ര സഹായവുമായി ബന്ധപ്പെട്ട ചർച്ചകളും വിമർശനങ്ങളും ഒക്കെ പലപ്പോഴും ഉയർന്നു വരാറുണ്ട്. അതിൻ്റെയൊക്കെ മധ്യത്തിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചില ആവശ്യങ്ങൾ ഉന്നയിച്ച് മുഖ്യമന്ത്രി കേന്ദ്ര ധനമന്ത്രിയെ കാണുന്നത്. ഏത് രീതിയിലായിരിക്കും ചർച്ചകൾ, എന്തൊക്കെയായിരിക്കും ആവശ്യങ്ങൾ, അത് എത്രത്തോളം അനുഭാവപൂർണ്ണം കേന്ദ്രം അതിനെ സമീപിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്? ധനവിനിയോഗത്തിന് കൂടുതൽ സമയം ചോദിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് മനസ്സിലാകുന്നു. ബൽറാം, വെരി വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, പ്രജിൻ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ് ഇന്ന് ഡൽഹിയിൽ നടക്കുന്ന കൂടിക്കാഴ്ച എന്നുള്ളത്. സമീപകാലത്ത് കേരളം കേന്ദ്രത്തിനെതിരായി ഉന്നയിച്ച ആരോപണങ്ങളിൽ ഏറ്റവും വലിയത് എന്നുള്ളത് കേരളത്തിനുള്ള സാമ്പത്തിക സഹായം പലപ്പോഴും ലഭ്യമാകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് വയനാട് പാക്കേജുമായി ബന്ധപ്പെട്ട കേരളത്തിന്റെ ആവശ്യങ്ങൾ പരിഗണിച്ചില്ല, ബജറ്റ് പാടെ അവഗണിച്ചു തുടങ്ങിയ ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ ഒരു കൂടിക്കാഴ്ച നടക്കുന്നത്. ഇന്ന് രാവിലെ 9 മണിക്ക് ഡൽഹിയിലെ കേരള ഹൗസിൽ വെച്ചാകും ഈ കൂടിക്കാഴ്ച നടക്കുക. മുഖ്യമന്ത്രിയോടൊപ്പം കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഭക്ഷണം കഴിച്ച ശേഷമായിരിക്കും കേരളത്തിനുള്ള സാമ്പത്തിക പാക്കേജ് അടക്കമുള്ള വിഷയങ്ങൾ സംബന്ധിച്ച് ചർച്ച ചെയ്യുക. സമീപകാലത്തായി കേരളം കേന്ദ്രത്തിന് മുന്നിൽ വെച്ച ആവശ്യങ്ങൾ സംബന്ധിച്ചുള്ള വിശദമായ ചർച്ചകൾ തന്നെ ഈ കൂടിക്കാഴ്ചയിൽ ഉണ്ടാകും എന്നാണ് ഈ ധനവകുപ്പുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്നും ലഭ്യമാകുന്ന സൂചന. കേരളത്തിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി KV തോമസ്, ഒപ്പം തന്നെ സംസ്ഥാന ധനകാര്യ സെക്രട്ടറി തുടങ്ങിയവരും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. കേരള ഹൗസിന്റെ ഭാഗമായ കൊച്ചിൻ ഹൗസിൽ വെച്ചായിരിക്കും ഈ ചർച്ചകൾ നടക്കുക. ഗവർണർ രാജേന്ദ്ര അർലേക്കറും നിലവിൽ ഈ കൊച്ചിൻ ഹൗസിൽ താമസിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഗവർണർ മുഖ്യമന്ത്രിക്കും ഒപ്പം തന്നെ മറ്റ് കേരളത്തിൽ നിന്നുള്ള MP-മാർക്കുമായി അത്താഴ വിരുന്ന് നൽകിയിരുന്നു. ആ വിരുന്നിലും അദ്ദേഹം കേരളത്തിന്റെ ആവശ്യങ്ങളും പ്രശ്നങ്ങളും കേന്ദ്രത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ മുഖ്യമന്ത്രിക്കൊപ്പം താനും ഉണ്ടാകുമെന്ന വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച നടക്കുന്നത് എന്നുള്ളതും നിർണായകമാണ്. ഇന്നത്തെ ചർച്ചയിൽ കേന്ദ്രത്തിൽ നിന്നും അനുഭാവപൂർവമായ ഒരു സമീപനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് സംസ്ഥാന സർക്കാർ ഉള്ളത്. ക്രിസ്റ്റീന, പ്രജിൻ. യെസ്, ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്നും ആ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകിയത്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയാണ്, നിർണായകമായ കൂടിക്കാഴ്ചയാണ്. കേരളം ആവശ്യപ്പെടുന്നത് കൂടുതൽ സമയം വേണം എന്നുള്ളതാണ്. പിന്നെ കൂടുതൽ സാമ്പത്തിക പാക്കേജ് ഉണ്ടെങ്കിൽ അത് ഏത് രീതിയിൽ കേന്ദ്രത്തിന് നൽകാൻ കഴിയും വയനാട്ടിലേക്ക് എന്ന കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ മുഖ്യമന്ത്രി ഈ ചർച്ചയിൽ ഉന്നയിച്ചേക്കാം. പക്ഷേ ഏറെ പ്രസക്തമാണ് ചർച്ച. കാരണം മുഖ്യമന്ത്രി കേന്ദ്ര ധനമന്ത്രിയെ കാണുന്നപ്പോൾ മുഖാമുഖം സംസാരിക്കുമ്പോൾ പലപ്പോഴും പല കാര്യങ്ങൾക്കും ഒരു തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യതയാണ്. നമ്മളതാണ് ഉറ്റുനോക്കുന്നത്. ഇനി നമ്മൾ അവിടെ നിന്ന് നേരെ നിയമസഭയിലേക്ക് വന്നാൽ, നിയമസഭയിൽ ബജറ്റ് ചർച്ച ഇന്നും തുടരും. വ്യവസായം, വനം, തുറമുഖം, സഹകരണം എന്നീ വകുപ്പുകളിലെ ധനാഭ്യർത്ഥന ചർച്ചകളാണ് ഇന്ന് നടക്കുന്നത്. വ്യവസായ മേഖലയിലെ വളർച്ചയെ ചൊല്ലി സർക്കാരും പ്രതിപക്ഷവും തമ്മിലെ തർക്കം സഭയിലും ഉണ്ടാവും. സ്റ്റാർട്ടപ്പ് കമ്പനിക്ക് പണം നൽകി എന്ന വിവരവും ശശി തരൂർ ആദ്യം സ്റ്റാർട്ടപ്പ് രംഗത്തെ നേട്ടത്തെ പുകഴ്ത്തിയതും എല്ലാം സഭയിൽ ഇന്ന് ഇരുപക്ഷവും ആയുധമാക്കും. വന്യജീവി ആക്രമണവും വകുപ്പിന്റെ ചർച്ചയിൽ ഉയരും. സംസ്ഥാനത്തെ കോളേജുകളിലെ ലഹരി, അതോടൊപ്പം തന്നെ റാഗിങ്ങുമായി ബന്ധപ്പെട്ട വിഷയം ചോദ്യോത്തരവേളയിൽ ഭരണപ്രതിപക്ഷ MLA-മാർ ഉന്നയിക്കുകയും ചെയ്യും. യെസ്, മറ്റൊന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ തൃപ്പൂണിത്തുറയിൽ നിൽക്കുമ്പോൾ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, എവിടേക്ക് തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞാലും ഈ കൊച്ചി രാജവംശവുമായി ബന്ധപ്പെട്ട ഇടങ്ങളെ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. ചരിത്രം ഉറങ്ങുന്ന ഒരുപാട് സ്ഥലങ്ങൾ ഒരു ചുറ്റളവിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അതെ, അപ്പൊ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഈ കൊച്ചി റോയൽ ഫാമിലിയുടെ ഭാഗമായിട്ടുള്ളതാണ്. നിങ്ങൾക്ക് കാണാം, ഇതാണ് കളിക്കോട്ട പാലസ്. ആ പാലസിന്റെ തൊട്ട് മുന്നിലാണ്, ആ ഗേറ്റിന് മുന്നിലാണ് നമുക്കുള്ളത്. ഇതിന്റെ വിവരങ്ങളൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. അതിനു മുമ്പ് മറ്റൊരു വാർത്ത കൂടി പെട്ടെന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഇന്ന് നേരത്തെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, ഇന്ന് ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ മകം തുഴലുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ഭക്തജനത്തിരക്കോടെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ക്ഷേത്രോത്സവത്തിന്റെ 7ാം നാളിലാണ് മകം തുഴൽ. രാവിലെ 5:30 ഓണക്കുറ്റിച്ചിറയിലെ ആറാട്ടിന് ശേഷം മകം എഴുന്നള്ളിപ്പ് നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 9:30 വരെയാണ് നട തുറക്കുക. സ്ത്രീകൾക്ക് പടിഞ്ഞാറേ നടയിലൂടെയും പുരുഷന്മാർക്കും കുടുംബമായി എത്തുന്നവർക്കും പൂരപ്പറമ്പിലൂടെയും ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കാം. ഈ മാസം 15 രാത്രി കീഴ്ക്കാവിൽ നടക്കുന്ന അത്തം വലിയ ഗുരുതിയോടെ ഉത്സവം സമാപിക്കും. അപ്പോൾ ഇന്ന് മകമായതുകൊണ്ട് തന്നെ എല്ലാ ക്ഷേത്രങ്ങളിലും അത്യാവശ്യം ഭക്തജന തിരക്കുണ്ട് എന്നാണ് പൊതുവിൽ മനസ്സിലാവുന്നത്. അപ്പോൾ നമുക്ക് ഈ കളിക്കുട്ട പാലസിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയണം അല്ലേ? ശ്രീ രാമചന്ദ്രൻ തമ്പുരാൻ നമ്മളെ കൂടെ ചേരുന്നുണ്ട്. നമസ്കാരം, വെരി ഗുഡ് മോർണിംഗ്.
ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ റോയൽ ഫാമിലിയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണിത്. അതെ, അപ്പോൾ എന്താണ് ഇതിന്റെ ഒരു പ്രത്യേകത? ഇതെങ്ങനെയാണ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കളിക്കോട്ട പാലസ് പണിയുന്നത് 1790 തൊട്ട് 1805 വരെ കൊച്ചി രാജ്യം ഭരിച്ച വളരെ പ്രസിദ്ധനായ രാമവർമ്മ ശക്തൻ നമ്പുരാന്റെ കാലത്താണ്. അപ്പോൾ അദ്ദേഹത്തിന് ഡച്ച് നിർമ്മിതമാണ്. ഡച്ച് കാലത്തെ ഡച്ചിന്റെ ഇതിപ്പോൾ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ ഒരു കേരള ഡച്ച് രണ്ടും കൂടി ഒരു ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു ശില്പ ചാതുര്യമാണ്. പിന്നെ ഇവിടെ അതിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ ഇവിടെ പണ്ട് കൊച്ചി രാജകുടുംബങ്ങളിലെ കുട്ടികൾക്ക് പഠിക്കാനുള്ള സ്കൂളായിരുന്നു. കാരണം പുറത്തു പോയി പഠിക്കാൻ പാടില്ല രാജഭരണം. അപ്പോൾ അവർക്ക് പഠിക്കാനുള്ള സ്കൂളായിട്ടായിരുന്നു ഇത്. പിന്നെ ഈ രാജഭരണത്തിന് ശേഷം 51 ഇവിടെ സ്കൂൾ നിർത്തിയപ്പോഴാണ് പാലസ് ഗേൾസ് ഹൈസ്കൂൾ ആരംഭിച്ചത്. പിന്നീട് ഇത് പാലസ് അഡ്മിനിസ്ട്രേഷൻ ബോർഡിൻ്റെ ഓഫീസായിട്ട് മാറി. അതിനുശേഷം ഇപ്പോൾ കല്യാണങ്ങൾ, ധാരാളം കൾച്ചറൽ പ്രോഗ്രാംസ് അതിനുള്ള വേണ്ടിയിട്ടുള്ള ഒരു വേദിയായിട്ട് ഇപ്പോൾ ഉപയോഗിക്കണം. അപ്പോൾ ഇത് രാജകുടുംബാംഗങ്ങൾക്ക് പഠിക്കാനുള്ള സ്കൂളായിട്ടാണ് ആദ്യം തുടങ്ങിയത്. 3 നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ഇത്രയും പഴക്കമുള്ള ഒരു അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അതാണ് അതല്ല ഭംഗിയുള്ള, നമ്മളെ നോക്കുമ്പോൾ പ്രേക്ഷകർക്കാണെങ്കിലും കാണും ചില്ല് ജാലകങ്ങള്, അതുപോലെ തന്നെ ആ വാതിലുകളിലെ ചിത്രപ്പണികള്. നമ്മൾ ഈ ഡച്ച് പാലസുമായിട്ട് കുറച്ചൊക്കെ ഡച്ച് അതാണ് ഡച്ചും കേരള രണ്ട് ആർക്കിടെക്ചറിന്റെ ഒരു ചേർന്നിട്ടുള്ള ഒരു ശില്പ ചാതുര്യാണ് നിർമ്മിതിയാണെന്ന് പറയാം. അപ്പോൾ അങ്ങനെയാണ് എല്ലാ രീതിയിലും നമുക്ക് പറയുന്നത് പോലെ ഈ രാജവംശത്തിന്റെ ആ സമയത്ത് രാജഭരണകാലത്തെ ഒരുപാട് നിർമ്മിതികൾക്ക് ആ പ്രത്യേകതയുണ്ട്. അതൊക്കെ നമുക്ക് ഈ തൃപ്പൂണിത്തുറയിൽ നിന്നും എങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാലും കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. താങ്ക് യു വെരി മച്ച് ഞങ്ങളോടൊപ്പം ചേർന്നതിന്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനിയുണ്ട് കുറേ വിശേഷങ്ങൾ. അതിനു മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. അത് നമുക്കറിയുന്നത് പോലെ നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ പങ്കെടുക്കുന്ന കേരളത്തിലെ ഒരു ഉത്സവം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ സ്ത്രീകളുടെ ഉത്സവമാണ്. സ്ത്രീകള് തിരുവനന്തപുരം അല്ലെങ്കിൽ ആറ്റുകാൽ അങ്ങ് കീഴടക്കുന്നു. ഒപ്പം തന്നെ രാത്രി ഏറെ വൈകിയും സ്ത്രീകൾ ഏറെ എന്താ പറയുന്നത് സന്തോഷത്തോടെയും സമാധാനത്തോടെയൊക്കെ തല ഉയർത്തിപ്പിടിച്ച് നടക്കുന്ന ഒരു കാഴ്ച അവിടെ കാണാനാവും. പക്ഷെ ഞാൻ പറയുന്നത് ആ ദിവസം ഒരു പ്രത്യേക ഒരു ഫീലിംഗ് ആണല്ലോ. ഭക്തി, അഭിമാനം, നമ്മൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നടക്കുമെന്നുള്ള ഉറച്ച പ്രതീക്ഷ, ഇതൊക്കെ ആണല്ലോ അവിടെ ഈ സ്ത്രീകളെ ലോകത്തിന്റെ തന്നെ എന്ന് പറയാം. എനിക്കറിയാം വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ പൊങ്കാലയ്ക്ക് എത്തുന്നവര്. അപ്പോൾ ആ സമ്മിശ്രമായ ആ ഒരു വികാരത്തോടു കൂടി അവർ ഈ ആറ്റുകാൽ നഗരത്തിലൂടെ ഇങ്ങനെ നടക്കുകയും അവരുടെ ആഗ്രഹ സാധ്യത്തിനായി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ദിവസമാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ച് ഭക്തിസാന്ദ്രമായിരിക്കുന്നു ആറ്റുകാൽ ക്ഷേത്ര സന്നിധി. നാളെയാണ് ചരിത്ര പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല. രാവിലെ 9:45 ചടങ്ങുകൾ ആരംഭിക്കുക. ഉച്ചയ്ക്ക് 1:15 പൊങ്കാല നിവേദ്യം. നാളെ രാവിലെ 9:45 ശുദ്ധപുണ്യാഹത്തോടെ പൊങ്കാല സമർപ്പണ ചടങ്ങുകൾ ആരംഭിക്കും. കണ്ണകി ചരിതത്തിലെ പാണ്ഡ്യരാജാവിന്റെ വധം തോറ്റംപാട്ട് കഴിഞ്ഞാലുടൻ തന്ത്രി പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി വി മുരളീധരൻ നമ്പൂതിരി ശ്രീകോവിലിൽ നിന്ന് ദീപം പകർന്ന് ക്ഷേത്ര തിടപ്പള്ളിയിലെ പൊങ്കാല അടുപ്പിൽ പകരും. സഹമേൽശാന്തി ദീപം ഏറ്റുവാങ്ങി വലിയ തിടപ്പള്ളിയിലും ക്ഷേത്രത്തിന് മുൻവശത്തൊരുക്കിയിട്ടുള്ള പണ്ടാര അടുപ്പിലും അഗ്നി പകരും. ചെണ്ടമേളത്തിന്റെയും കരിമരുന്ന് പ്രയോഗത്തിന്റെയും അകമ്പടിയോടെയാണ് ചടങ്ങുകൾ. പണ്ടാര അടുപ്പിൽ നിന്ന് പകരുന്ന ദീപം നാടെങ്ങുമുള്ള ഭക്തരുടെ അടുപ്പുകളിലേക്കും അഗ്നി പകരും. ഉച്ചയ്ക്ക് 1:15 പൊങ്കാല നിവേദ്യം. രാത്രി 7:45 കുത്തിയോട്ട ബാലന്മാരെ ചൂരൽ കുത്തും. 11:15 മണക്കാട് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് ദേവിയുടെ എഴുന്നള്ളത്ത്. അടുത്ത ദിവസം രാത്രി 10 മണിക്ക് കാപ്പഴിച്ച് ദേവിയെ കുടിയിളക്കുന്നതോടെ പൊങ്കാല മഹോത്സവം അവസാനിക്കും. പൊങ്കാല സമർപ്പണത്തിനായി ക്ഷേത്രവും പരിസരവും ഒരുങ്ങിയെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. വിമാനത്താവളത്തിലെ റൺവേയുടെ അറ്റകുറ്റപ്പണി നിർത്തി പുഷ്പവൃഷ്ടി നടത്താനുള്ള ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം. യെസ്, അപ്പോൾ അതാണ് പൊങ്കാല മഹോത്സവത്തിനായി എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ ഈ കളിക്കോട്ട പാലസിൽ നിന്ന് നടന്നു വരുമ്പോൾ അതിൻ്റെ മറ്റൊരു ഭാഗത്ത് ഇതിൻ്റെ നിർമ്മിതിയുടെ ഒരു മറ്റൊരു സ്റ്റൈല് കാണാം അല്ലേ. ഓട് മേഞ്ഞതാണെങ്കിലും അതിനുണ്ട് ഒരു പ്രത്യേകത എന്ന് ഈ ഒരു ആംഗിൾ ഒരു പക്ഷേ പ്രേക്ഷകർക്ക് അത് മനസ്സിലാവുന്നുണ്ടാവും. എനിക്ക് തോന്നുന്നു പ്രേക്ഷകരൊക്കെ, അതായത് ഈ കൊച്ചിയിലല്ലാത്തവരൊക്കെ ഇത് കൊച്ചിയിലുള്ളവർ ഇത് കണ്ടു കാണും. ഇവിടെ വരണം. ഈ ഡച്ച് പാലസ് ഒക്കെ അതിന്റെ ആ നിർമ്മിതി എന്നൊക്കെ പറഞ്ഞ നല്ല രസമാണ്. അതിന്റെ ടൈലുകളും ചിത്രപ്പണികളും ഒക്കെ എത്രയോ വർഷങ്ങൾ മുമ്പ് അത് നമ്മുടെ മലയാള ശൈലിയും ഡച്ച് ശൈലിയും കൂടെ ചേർത്തുകൊണ്ടുള്ള ഒരു രീതി നല്ല ഭംഗിയാണ്.
അപ്പം ഈ പൊങ്കാല മഹോത്സവത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അത് കൃത്യമായി തുടക്കം തൊട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ നമ്മുടെ 24 ടീം തന്നെ സജ്ജമായിട്ടുണ്ട്. അപ്പോൾ ആ ക്രമീകരണങ്ങളെല്ലാം അവിടെ പൂർത്തിയാണ്. അപ്പം ഇടതടവില്ലാതെ തത്സമയം പൊങ്കാലയുടെ എല്ലാ വിശേഷങ്ങളും പ്രേക്ഷകരിലേക്ക് 24 എത്തിക്കുകയും ചെയ്യും. ഇനി നമ്മൾ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് വന്നാൽ, ചോദ്യപേപ്പർ ചോർച്ച കേസിൽ കസ്റ്റഡിയിലുള്ള പ്രതികളുമായി ക്രൈംബ്രാഞ്ച് ഇന്നും തെളിവെടുപ്പ് നടത്തും. കേസിലെ 4ാം പ്രതിയായ അബ്ദുൾ നാസറിനെ മലപ്പുറം മേൽമുറിയിലെ മഅദിൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്തിച്ച് തെളിവെടുക്കാനാണ് നീക്കം. ഈ സ്കൂളിലെ പ്യൂണായ ഇയാളാണ് 2ാം പ്രതിയായ ഫഹദിന് ചോദ്യപേപ്പറുകൾ ചോർത്തി നൽകിയത്. കേസിലെ 1ാം പ്രതി മുഹമ്മദ് ഷുഹൈബിനെ കഴിഞ്ഞ ദിവസം കൊടുവള്ളിയിലെ MS സൊല്യൂഷൻസിൽ ഉൾപ്പെടെ എത്തിച്ച് തെളിവെടുത്തിരുന്നു. മുഹമ്മദ് ഷുഹൈബിനെയും അബ്ദുൾ നാസറിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനും അന്വേഷണ സംഘം ആലോചിക്കുന്നുണ്ട്. 3 ദിവസത്തേക്കാണ് ഇരുവരെയും താമരശ്ശേരി മാജിസ്ട്രേറ്റ് കോടതി ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. നമുക്ക് കമന്റ് ബോക്സിൽ ഗംഭീര യുദ്ധമാണ്. കാരണം നമ്മൾ ഇത്രയും നേരമായിട്ട് നമ്മുടെ പ്രേക്ഷകരെ പരിഗണിച്ചില്ല എന്നുള്ളൊരു സങ്കടമൊക്കെ പറയുന്നവരുണ്ട്. ഇപ്പൊ രാവിലെ ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട ദിവസങ്ങളെല്ലാം എന്നെ അറിയിച്ച ആരാണെന്ന് അറിയാലോ, നമ്മുടെ ദിലീപ് PC കൃത്യമായി അത് പറഞ്ഞു തരും. രജിത് KS എന്റെ കമന്റ് കണ്ടു. എബ്രഹാം തോമസ് അവിടെ വരണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറയുന്നു. വന്നോളൂ. ജയൻ നായർ ഉഡായിപ്പ് ഇപ്പോൾ സ്ഥിരം പരിപാടിയാക്കി. ഉഡായിപ്പ് എന്ന് പറയുന്നത് നമ്മൾ കമന്റ് വായിക്കാത്തതാണ്. അപ്പൊ വായിച്ചു. അതെ അതെ അതെ, ഉഡായിപ്പും കുപ്പിച്ചില്ലും ഉണ്ടല്ലോ, രണ്ടുപേരുണ്ട്. രാജേശ്വരി K, അനൂപ ആശാവി സിംഗപ്പൂരിൽ നിന്ന് ആറ്റുകാൽ പൊങ്കാല മിസ് ചെയ്യുന്നുണ്ട്. മിനി ബാബു 24 മിനിറ്റായി നടക്കാൻ തുടങ്ങിയിട്ട് പക്ഷേ ഇതുവരെ 6 മണിക്ക് വിളിച്ച് എഴുന്നേൽപ്പിച്ച് നടക്കാൻ ഇറങ്ങിയിട്ട് മൈൻഡ് ചെറിയ പോവുകയാണ് രണ്ടാളും അല്ലേ? ഒരിക്കലുമല്ല. നിങ്ങളാണ് നമ്മുടെ എല്ലാ പിന്തുണയും നമുക്കറിയാം. അതുകൊണ്ട് നിങ്ങളെ മൈൻഡ് ചെയ്യാതിരിക്കില്ല നമ്മൾ ഒരിക്കലും. അതെ. സീന മുഹമ്മദ് പറവൂർ പാലിയം പാലസ്, ശരി, അത് കാണിച്ചു കൊടുക്കേണ്ട ഒരു സ്ഥലമാണ്. നിഷ എന്റെ കയ്യിലിരിക്കുന്ന ഫോൺ കണ്ടപ്പോ മിൽക്കി ബാർ ആണെന്ന് പെട്ടെന്ന് തോന്നി. നീതു ജോർജ് ഒരു കാര്യം പറയും, ഇന്ന് പ്രജിന്റെ പാട്ട് കേൾക്കാൻ ഒരു മൂഡ് തോന്നുന്നില്ല. ക്രിസ്റ്റീന ചേച്ചി പാടിയാൽ നന്നായിരുന്നു. അതിനു മുമ്പ് നീതുവിന്റെ ഒരു പ്രശ്നം പരിഹരിക്കാറുണ്ട്. നീതു അത് പ്രജിൻ വരട്ടെ എന്ന് വിചാരിച്ച നീതുവിനെ നിങ്ങൾ രണ്ടുപേര് പ്രജിനും സ്മിത ചേച്ചിയും ചേർന്ന് കളിയാക്കിയെന്ന് പറഞ്ഞു. ശരിയാണോ? ഞാൻ ഓർക്കുന്നില്ല. ഞാൻ അങ്ങനെ കളിയാക്കിയാൽ ഞാൻ ഓർക്കുന്നില്ല. കളിയാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ ഖേദം പ്രകടിപ്പിക്കണം. മാപ്പ് പറയണെന്ന് ഞാൻ പറയില്ല, ഖേദം പ്രകടിപ്പിക്കണം. ആണോ? ഖേദം പ്രകടിപ്പിച്ചിരിക്കുന്നു. ഓക്കെ. അപ്പൊ നീതു സമാധാനമായല്ലോ.